കായിക പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ ആവശ്യകാര്യമായി പരിഗണിച്ച് അതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി എ അബ്ദുറഹ്മാൻ നെടുങ്കണ്ടത്ത് പറഞ്ഞു. ഇതിനായി കൂടുതൽ കളിക്കളങ്ങൾ വിവിധ പഞ്ചായത്തുകളുടൻ തുറക്കും. സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാസർഗോഡ് തുടങ്ങിയതിനു ശേഷം വലിയ തോതിലാണ് ലഹരിക്കെതിരായുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിരവധി പഞ്ചായത്തുകളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ലഹരി മുക്ത ഗ്രാമം എന്നുവരെ എഴുതാൻ അവിടുത്തെ യുവജന സമൂഹം തയ്യാറായിട്ടുണ്ട്. പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും നടക്കും. സർക്കാർ ലക്ഷ്യം വെച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജയിക്കാനും തോൽക്കാനും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, അവരെ ജയിക്കാൻ മാത്രമാണ് പൊതുസമൂഹം പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അപ്പോൾ തോൽക്കാനും ജയിക്കാനും പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം കായിക പ്രവർത്തനങ്ങളിലാണ്. കൂടുതൽ കളിക്കളങ്ങൾ നിർമ്മിക്കുക, അത് ഇതിൻ്റെ ഭാഗമായി ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ 197 കളിക്കളങ്ങൾ പഞ്ചായത്തുകളിൽ അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. നമുക്കൊരു 3-4 മാസത്തിനുള്ളിൽ അത്രയും കളിക്കളങ്ങൾ നമുക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കാണുന്നത് കായിക പ്രവർത്തന ഒരു പൊതു ജനങ്ങളുടെ ആവശ്യമായി പരിഗണിച്ച് കൊടുക്കുക, അതോടൊപ്പം തന്നെ അതിന് കൂടുതൽ ജനപിന്തുണ നേടിയെടുക്കുക. അത് ഈ യാത്രയിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടമായി എല്ലാ പഞ്ചായത്തിലും കായിക കേരളം പദ്ധതി നടപ്പിലാക്കുക. എല്ലാ പഞ്ചായത്തുകളും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് അതിൽ നിന്ന് വിജയിക്കുന്നവരെ ജില്ലാതല മത്സരങ്ങളിൽ കൊണ്ടുവന്ന് സംസ്ഥാനതല മത്സരം നടത്തുക. അപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കും. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും നമുക്ക് കായിക പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കഴിയും. അത് നമ്മൾ അടുത്ത 2 മാസത്തിനുള്ളിൽ തുടങ്ങാൻ പോകുന്ന അടുത്ത പദ്ധതി.